അപ്പൊ അക്കരക്കരയിൽ ഏത് പാട്ടാ പാടുന്നേ? കുറിച്ചിരട്ടെ പറഞ്ഞ പാട്ട്. എന്റെ ഉപ്പ ഗൾഫിലാണ്, ഉപ്പാക്ക് വേണ്ടി പാടുന്നു. ആ, ഉപ്പ ഗൾഫിലാണ്. ഇപ്പൊ കൊറേ നാളായി ഉപ്പ പോയിട്ട് ഗൾഫില്? 1.5 വർഷം. 1.5 വർഷമായി. അപ്പൊ ഇത്തവണ വരുമ്പോ എന്തുകൊണ്ട് തരാനാ പറഞ്ഞിട്ടുള്ളേ? ഉടുപ്പ്. എങ്ങനത്തെ ഉടുപ്പാ വേണ്ടേ? ഇങ്ങനത്തെ ഉടുപ്പ്, പാവാട പോലത്തെ ഉടുപ്പോ? ഇങ്ങനെ വിടർന്ന് നിക്കണ ഉടുപ്പ്? അതിങ്ങനെയല്ലേ, ഇങ്ങനെ വിടർന്ന് നിക്കണ ഉടുപ്പ് അല്ലേ? അത് പിന്നെ അല്ലാണ്ട് വേറെ എന്തൊക്കെ കൊണ്ടുവരണം? ഉപ്പ കേക്കട്ടെ, അല്ലെങ്കിൽ ഉപ്പ മറന്നുപോയാലോ? ചോക്ലേറ്റ് വേണ്ടേ? വേണം. ടോയ്സ് വേണ്ടേ? വേണം. ആ, അപ്പൊ നല്ലപോലെ പാടിയാ ചിലപ്പോ ഉപ്പ ഇപ്പൊ തന്നെ അയച്ചു തരൂ കേട്ടോ അതൊക്കെ. അപ്പൊ എന്റെ ഉപ്പാക്ക് ചക്കര ഉമ്മ ഞാൻ പാട്ട് പാടാൻ പോവാ പറയൂ ഉപ്പ അടുത്ത്. പാട്ട് പാടാൻ പോകും. ഉമ്മ കൊടുക്കണില്ലേ ഉപ്പയ്ക്ക്? ആ, കണ്ടോ, ഒരു സ്വീറ്റ് ഉമ്മയും കിട്ടി. അപ്പൊ ഇനി നമുക്ക് പാടാട്ടോ. അപ്പൊ നന്നായി പാടും.
ചേച്ചി. അങ്ങനെ പാട്ട് പാടിക്കഴിഞ്ഞല്ലേ? ഉപ്പോട് ചോദിക്കൂ, എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടായോ ചോദിക്കൂ, ചോദിക്കൂ. ഇഷ്ടായോ? ഉപ്പതാ അവിടെ ഇരുന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഉപ്പയ്ക്ക് ഒരുപാട് സന്തോഷവും വിഷമവും ഒക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഉപ്പയെ കാണാൻ തോന്നുന്നുണ്ട് അല്ലേ? ജോലി ആയതുകൊണ്ട് പോയതല്ലേ? ഇത്രയും പെട്ടെന്ന് വരും കേട്ടോ ഉപ്പ. ഇത് സജിലത്തെ പാടിയ പാട്ടാ അല്ലേ? അപ്പൊ മോളു അതിനു മുമ്പ് ഉപ്പ എവിടെയാ? ഗൾഫിൽ എവിടെയാ? ജിദ്ദയിലാണ്. ഓക്കെ. അപ്പോ ഉപ്പയ്ക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത സോങ് ആയിരുന്നു. സജില പാടിയ പാട്ടായിരുന്നു, വളരെ കുഞ്ഞിലെ തന്നെ അല്ലേ? എന്തായാലും നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കത്ത് വായിക്കാം. കത്ത് രഹനത്തിന്റെ അടുത്ത് വായിക്കാൻ പറയാം. എന്നിട്ട് നമുക്ക് സജില അടുത്ത് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. രഹനത്ത, നമ്മൾ ഒരുപാട് കത്ത് വായിച്ചു. ഇത് ജർഷയുടെ ഉപ്പ തന്നെ എഴുതിയതാണ്. വായിക്കട്ടെ മോളെ? അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൈരളി ടിവിക്ക്, ഞാൻ ജർഷയുടെ ഉപ്പയാണ് എഴുതുന്നത്. പ്രവാസികളുടെ ദുരിത ജീവിതം ജനങ്ങളിൽ എത്തിക്കുന്നതിന് കൈരളി ടിവി എന്നും മുന്നിട്ടുണ്ട്. എന്നും എപ്പോഴും പ്രവാസിയുടെ ജീവിതം വളരെയേറെ വെല്ലുവിളി നിറഞ്ഞതാണ്. ഭാഗ്യത്തിന്റെ അകമ്പടിയോടെ കുറെ പേർ രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടാവാം. ഇവിടെ വിജയിക്കുന്നവന്റെയും പരാജയപ്പെടുന്നവന്റെയും ജീവചരിത്രം പരിശോധിക്കുമ്പോൾ കഷ്ടപ്പാടിന്റെ ചരിത്രമാണ് പറയാനുണ്ടാവുക. ഞാനിവിടെ വന്നിട്ട് 15 വർഷത്തോളമായി. കുഴപ്പമില്ല.